ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം എൻ്റെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണിത്. ഇപ്പോൾ സമയം ഏകദേശം പുലർച്ചെ ഒരു 5:30 കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ ടൈമിൽ ഞങ്ങൾ എങ്ങോട്ടേക്കാണ് പോകാൻ റെഡി ആവണേന്നല്ലേ. ഞങ്ങൾ പോണത് അനിയത്തിനെ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെക്കൻ്റെ വീട്ടിലേക്ക് അവൾ ഇഷ്ടമായിട്ട് പോയിട്ടുണ്ട്. ഇനി ഞങ്ങൾ ചെക്കൻ്റെ വീട് കാണാൻ പോവാണ്. അപ്പോൾ ചെക്കൻ്റെ വീട് കണ്ണൂരാണ്. അപ്പോൾ ഞങ്ങൾ ഒരു 5 മണിക്ക് കഴിഞ്ഞിട്ട് എല്ലാവരും കുളിച്ച് റെഡിയായി നിൽക്കുകയാണ്. ഒരു 7 മണിയാകുമ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങണം. അന്നേരമാണ് അവിടെ ഒരു ഉച്ചയാകുമ്പോഴേക്കും എത്തുള്ളൂ. ഇപ്പോൾ പിന്നെ ഹൈവേ പുതിയതൊക്കെ വന്നുകൊണ്ട് കുഴപ്പമില്ല, വേഗം എത്തുമെന്നാണ് പറയണത്. അപ്പോൾ പിന്നെ നമുക്ക് ഇനി പോകുമ്പോൾ അറിയുള്ളൂ റോഡിൻ്റെ അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ മഴ ഉണ്ടാവുമോ, അതൊക്കെ ഉണ്ടെങ്കിൽ പെടും. ഇപ്പോൾ ഞങ്ങൾ എണീക്കുമ്പോൾ തന്നെ ശരിക്കും നല്ല മഴ ഉണ്ടായിരുന്നു. കുഞ്ഞാപ്പൂൻ്റെ കയ്യിൽ എൻ്റെ ഫോണിൻ്റെ ക്യാമറ ഓണാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. മേമയ്ക്ക് വീഡിയോ എടുത്തറിഞ്ഞിട്ട് ഉണ്ണിയെന്നിട്ട് കൊടുത്തത്. അവനാണെങ്കിലോ ഞാൻ എവിടേക്ക് പോകുന്നുണ്ട് എൻ്റെ പിന്നാലെ നടന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്, പാവം എൻ്റെ മോന്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഫോൺ മേടിച്ചൊരു സൈഡിൽ സെറ്റാക്കിയിട്ട് ഞാൻ മുടി കെട്ടാൻ നിന്നു കേട്ടോ. ഇവിടെ ആണെങ്കിൽ ആകെ ഒരു മിററുള്ളൂ, പിന്നെ ഉള്ളത് പുറത്താണ്. അപ്പോൾ എല്ലാവരും വന്ന് ഒരുങ്ങണത് ഇതിൻ്റെ മുന്നിൽ വന്നിട്ടാണ്. അപ്പോൾ ഞാൻ വേഗം എല്ലാവരും ഒന്ന് ഒതുങ്ങിയതിൻ്റെ ശേഷം ഞാൻ വേഗം റെഡിയാവാൻ നിൽക്കും കേട്ടോ. നല്ല തിരക്ക് പിടിച്ച് മുടി കെട്ടണോണ്ടാന്ന് തോന്നുന്നുണ്ട്. മുടി കെട്ടിയിട്ടൊന്നും ശരിയാവണുണ്ടായിരുന്നില്ല. ഇങ്ങോട്ട് പിടിക്കുമ്പോൾ അങ്ങോട്ട് പോകും, അങ്ങോട്ട് പിടിക്കുമ്പോൾ ഇങ്ങോട്ടും വരും, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പുറത്താണെങ്കിലും അച്ഛൻ കിടന്ന് ബഹളം വയ്ക്കുക, വേഗം ഇറങ്ങാൻ പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി വേഗം റെഡി ആവാൻ കേട്ടാ. ഉണ്ണികൾക്ക് പോകുമ്പോൾ ഇടാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്ന പുതിയ ഡ്രസ്സൊന്നും ഇടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടാ. സാധാരണ ഞങ്ങളിവിടെ അടുത്തേക്കൊക്കെ പോകുമ്പോൾ ഇടാറുള്ള നോർമൽ ഡ്രസ്സാണ് ഇട്ട് കൊടുത്തത് ഇപ്പോൾ. കാരണം അവരവിടെ എത്തുമ്പോഴേക്കും ഡ്രസ്സൊക്കെ ഏതാണ്ട് ആക്കുമല്ലോ. അപ്പോൾ അവരെ ഞങ്ങൾ കാറിലിരുന്ന് അവിടെ എത്തുന്നതോട് കൂടി റെഡിയാക്കാന്ന് വെച്ചിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് റെഡിയാവാൻ തന്നെ അത്യാവശ്യം സമയം എടുത്തു. എൻ്റെ മുടി കെട്ടിയിട്ട് ഒട്ടും ശരിയാവുണ്ടായിരുന്നില്ല, എനിക്ക് ഭ്രാന്ത് പിടിക്കണ്ടായിരുന്നു അവസാനം. അങ്ങനെ എങ്ങനെയൊക്കെ ഒരു സൈഡ് കെട്ടി, ഇനി മറ്റേ സൈഡ് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കാം. അതിൻ്റെ ഇടയ്ക്ക് അമ്മ വന്ന് ചീത്ത പറയാനൊക്കെ ഉണ്ട് കേട്ടാ, നീ എത്ര നേരമായി മുടി കെട്ടണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ ഭയങ്കര മേക്കപ്പിലാണ് ഇവിടെ. ഞാൻ കാണാതെ പിന്നെ ഇവരെ വീഡിയോ എടുക്കലായിട്ടാ. പുണ്ണി വീഡിയോ ഓണാക്കി വെച്ചിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഡാൻസ് കളിക്കണൊക്കെ ഉണ്ട്. പിന്നെ മിറർ നോക്കി നല്ല വീഡിയോ എടുക്കലായിരുന്നു പുണ്ണി. അതിൻ്റെ ഇടയിൽ കുഞ്ഞൻ അപ്പുണ്ണിയോട് എന്തൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അമ്മയുടെ ഒരു ഗോൾഡ് കളർ ക്ലിപ്പ് ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്തിട്ട് അത് സ്വർണ്ണാണോ എന്നൊക്കെ അപ്പുണ്ണിയോടാണ് ചോദിക്കുന്നത്. ഇത് അപ്പുണ്ണിക്ക് അവളെ വല്യമ്മ മേടിച്ചു കൊടുത്ത വാച്ചാണ് കേട്ടാ. അത് കിട്ടിയപ്പോൾ തുടങ്ങിയതാണ് അത് വെച്ചുള്ള പവർ കാണിക്കല്. ഇനി കുറേ നേരം ലൈറ്റ് കത്തിക്കല്, ഇത് കറക്കല്, എന്തൊക്കെയായിരുന്നു. അമ്മുവാണെങ്കിലോ അവിടെ ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള ഉണ്ണിയാളുടെ ഡ്രസ്സ് എടുത്ത് വെക്കുകയാണ്. അപ്പുണ്ണിയുടെ വാച്ച് കണ്ട പിച്ചപ്പനും കരച്ചിൽ തുടങ്ങിട്ടാ. ആ വീഡിയോ എടുത്തത് കുഞ്ഞാപ്പ തന്നെയായിരുന്നു കേട്ടാ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇറങ്ങി. ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് മഴക്കൊന്ന് തുറന്നിട്ടുണ്ടായിരുന്നു. ഈ പൂവ് എവിടെ കണ്ടാലും അപ്പുണ്ണി എന്നോട് ഐ ലവ് യു പറയാറുണ്ട്. അങ്ങനെ ഇച്ചപ്പന് ഇത് സ്റ്റിക്ക് പിടിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്റ്റിക്കൊക്കെ കൊടുത്തുട്ടാ അവന് വീഡിയോസ് എടുക്കാനായിട്ട്. ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ സാധനം എല്ലാവർക്കും വേണമല്ലോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കാറിൽ കയറി പോവാൻ റെഡി ആവാണ്. അങ്ങനെ ഞങ്ങൾ പാറുവിനോട് ടാറ്റയും പറഞ്ഞ് പോവാണ് കേട്ടാ. അവളെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന ആദ്യം. പിന്നെ നമ്മുടെ നാട്ടിലെ ആചാരം കല്യാണത്തിൻ്റെ അന്നാണല്ലോ പെൺകുട്ടി ചെക്കൻ്റെ വീട്ടിൽ കയറേണ്ടത്. അപ്പോൾ പിന്നെ അവളെ കൊണ്ടുപോയില്ല കേട്ടാ. അവൾ പിന്നെ ഞങ്ങൾ വരുന്നവരെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരും. പകൽ പിന്നെ അവൾ ജോലിക്ക് പോകും. ജോലി കഴിഞ്ഞ് വരുമ്പോൾ 7 മണിയൊക്കെ ആവും. പിന്നെ നമ്മുടെ വീട്ടിലേക്ക് ബസ് ഇറങ്ങിയിട്ട് അത്യാവശ്യം നടക്കാനുണ്ട്. അപ്പോൾ ഓട്ടോറിക്ഷ കിട്ടിയെങ്കിൽ ഭാഗ്യം, ഇല്ലെങ്കിൽ പിന്നെ നടന്ന് വരേണ്ടി വരും. ഒറ്റയ്ക്കൊന്നും അതിൽ നടക്കാനൊന്നും എളുപ്പമല്ല കേട്ടാ. കാര്യം റോഡൊക്കെയാണ്. പിന്നെ ഇപ്പോൾ ഈ റോഡ് പണിയൊക്കെ നടക്കണ കാരണം നമുക്കതൊരു ടെൻഷനാണ്. അപ്പോൾ പിന്നെ അവൾ ഞങ്ങളിടയ്ക്ക് വിളിച്ചുകൊണ്ടിരുന്നു കേട്ടാ. എത്തണതിൻ്റെ ഉള്ളിലൊക്കെ തന്നെയായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരുന്നിരുന്നു. ഞങ്ങൾ ഫേമസ് ആയിട്ടുള്ള 4 മണിക്കാറ്റ് വഴിയാണ് പോയത്. അതിലെ പോയിട്ടാണ് ചാവക്കാടക്ക് കയറിയത്. ചാവക്കാടൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്നൊന്നും കഴിക്കാതാണല്ലോ ഇറങ്ങിയത്. അപ്പോൾ ഉണ്ണികൾക്കൊക്കെ വിശക്കണുണ്ടായിരുന്നു കേട്ടോ. അപ്പണിക്കൊക്കെ ഛർദ്ദിക്കാൻ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൾക്ക് ദോശയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ പൊറോട്ട കഴിച്ചു. സച്ചു പൊറോട്ട, അച്ഛൻ വെള്ളയപ്പൊക്കെ ആയിട്ടാണ് കഴിച്ചത്. ഉണ്ണികൾ രണ്ടാളും അപ്പുണ്ണിയും ഇച്ചപ്പനൊക്കെ കെടുപ്പായിരുന്നു കേട്ടോ. ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞ് ഞങ്ങളവിടെ കുറച്ചു നേരം നിന്നു കേട്ടോ. അപ്പുണ്ണിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, നേരത്തെ എണീറ്റാണല്ലോ. പിന്നെ ചെറുതായിട്ട് വൊമിറ്റിങ്ങിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അച്ഛൻ്റെയും മോളെയും സ്നേഹപ്രകടനങ്ങളായിട്ടാ കാണുന്നത്. പിന്നെ അപ്പുണ്ണിക്ക് ചെരുപ്പ് മേടിക്കണമായിരുന്നു. അപ്പം ഞങ്ങൾ ഓരോ കട കാണുമ്പോൾ അങ്ങനെ നിർത്തി പോവാണ് കേട്ടോ. അങ്ങനെ ഒരു കട എത്തിയപ്പോൾ അവിടെ ഇറങ്ങിയിട്ടാ. ഇവിടെ നിന്നൊന്നും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. അവസാനം ഞങ്ങൾ വേറെ കടയിൽ പോയിട്ടൊരു ഷൂ മേടിച്ചു.
ഈ വീഡിയോ എടുക്കുന്നത് കുഞ്ഞനായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ കിടന്ന് തല കറങ്ങി തിരിഞ്ഞ് നിൽക്കണത്. അങ്ങനെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് വെച്ച് ഉണ്ണിയുടെ കയ്യിൽ നിന്ന് എൻ്റെ ഫോണൊക്കെ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫോണിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് ഒരു തീരുമാനമായിട്ടാണ് നിൽക്കണത്. അങ്ങനെ അപ്പുണ്ണിക്ക് ഷൂ മേടിച്ചപ്പോൾ ഇച്ചപ്പനും ഷൂ വേണമെന്ന് പറഞ്ഞിട്ട് വാശിയായി. പിന്നെ രണ്ടാൾക്കും കൂടി ചെരുപ്പൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ച് വണ്ടിയിൽ തന്നെ കയറി. അങ്ങനെ വണ്ടിയിൽ ഞങ്ങൾ ലേസൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ പോവാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ മാഹി എത്തി. നമ്മുടെ ചേട്ടന്മാർക്ക് വേണ്ടപ്പെട്ട സ്ഥലമാണല്ലോ മാഹി. ഈ സ്ഥലം കണ്ടല്ലോ, ഇത് അടിപൊളി സ്ഥലമായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഇവിടെ കാണാനായിട്ട്. നല്ല വ്യൂ ഒക്കെ ആയിട്ട് അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് നല്ല പച്ചപ്പും ഈ ആകാശമൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടാ. അടിപൊളിയായിരുന്നു ഇതിലെ പോകുമ്പോൾ. മാഹിന്ന് ഇനിയും പോകാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് വൊമിറ്റിങ്ങിനുള്ളൊരിത് തോന്നിയപ്പോൾ ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിയിട്ടാ. അതിൻ്റെ ഇടയിൽ കുഞ്ഞാപ്പൂൻ്റെ പണിയായിരുന്നു. ഞങ്ങളുടെ ഒക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവർ രണ്ടാളും കൂടിയാണ് ഈ പണി ഒപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഉറങ്ങണ വീഡിയോ എടുക്കണ കണ്ടിട്ട് അമ്മ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. എന്നാലും അമ്മയ്ക്ക് എന്നെ വിളിക്കുകയായിരുന്നു. പിന്നെ ഇവർ രണ്ടാളും പ്രഹസനങ്ങളാണ് ഇതിൽ കാണുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് വഴിയൊന്ന് ചെറുതായിട്ട് തെറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്തുള്ള കടയിൽ ഒരു ചേച്ചിയോട് ചോദിച്ചപ്പോൾ ചേച്ചിയോടെ ഞങ്ങൾക്ക് വഴിയൊക്കെ പറഞ്ഞു തന്നത്. പിന്നെ ഇന്ന് നേരത്തെ എണീറ്റാണല്ലോ, അപ്പം എനിക്ക് അതിൻ്റേതായ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു, ഛർദ്ദിക്കാനൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ കിടന്ന് ഉറങ്ങിയതാണ്. പിന്നെ അപ്പുണ്ണിക്ക് ഛർദ്ദിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ എണീറ്റത്. അങ്ങനെ കിച്ചൻ്റെ വീടൊക്കെ എത്താറായിട്ടുണ്ട് ഏകദേശം. അപ്പം ഞങ്ങൾ ഉണ്ണിയാളെ ഇനി റെഡിയാക്കണം. അവർക്ക് ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കാനുണ്ട്, അപ്പുണ്ണിയുടെ മുടിയൊക്കെ കെട്ടി കൊടുക്കാനുണ്ട് കേട്ടോ. അങ്ങനെ കുഞ്ഞാപ്പും ഇച്ചപ്പിനും ഇതേപോലത്തെ ഒരേ ഡ്രസ്സാണ് ഇട്ടുണ്ടായിരുന്നത്, മഞ്ഞ. അപ്പുണ്ണി ഒരു ചുവപ്പ് ഉടുപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ആ വരുന്നതാണ് കിച്ചൻ ഞങ്ങളെ വെയിറ്റ് നിൽക്കുകയായിരുന്നു റൂട്ടിൽ. അങ്ങനെ ഞങ്ങൾ വരുന്നുണ്ടപ്പോൾ കിച്ചൻ ഞങ്ങളുടെ അടുത്തേക്കൊക്കെ വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇറങ്ങി. സച്ചു കാറ് അങ്ങോട്ട് സൈഡാക്കാൻ വേണ്ടി പോകണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വരുന്നുണ്ടപ്പോൾ കിച്ചനും കിച്ചൻ്റെ അമ്മയും അച്ഛനും ഒക്കെ റോഡിലായിട്ട് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കിച്ചൻ്റെ വീട്ടിലേക്ക് പോയി. കിച്ചൻ്റെ ശരിക്കുള്ള നെയിം കൃഷ്ണൻ എന്നാണ്. ഞങ്ങളെല്ലാവരും കിച്ചൻ എന്നാണ് വിളിക്കാറ്. അങ്ങനെ അവിടേക്ക് എത്തി എല്ലാവരും കൂടി വീട്ടിലേക്ക് കയറിയിട്ടാണ്. പിന്നെ ഞങ്ങൾക്ക് പൈനാപ്പിൾ ജ്യൂസ് തന്നിട്ടുണ്ടായിരുന്നു. പൈനാപ്പിൾ ജ്യൂസ് അടിപൊളിയായിരുന്നു. ആഹാ, ആ ചൂടിൽ തണുത്ത പൈനാപ്പിൾ ജ്യൂസ് കുടിക്കുമ്പോൾ നല്ലൊരു സുഖമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചു. ബിരിയാണി കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ലെമൺ ടീ ഒക്കെ കഴിച്ചു. കുറച്ച് നേരം കാര്യങ്ങളെല്ലാവരും കൂടി ഡിസ്കസ് ചെയ്തു. എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെതായ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ മൂന്നെണ്ണത്തിൻ്റെ കയ്യിൽ എപ്പോൾ ഫോൺ കൊടുത്താലും നമ്മൾ പിന്നെ മൈക്കിട്ട് വിളിക്കേണ്ടി വരും കേട്ടോ. അങ്ങനെ ആയിരിക്കും, അവർക്ക് ചെവിട് കേൾക്കുന്നുണ്ടാവില്ല. ഒന്നാമത്തെ കക്ഷി ഇയാളാണ്. ഇവൾക്ക് എന്ത് പറഞ്ഞാലും കേൾക്കാറുണ്ടാവാറില്ല. അങ്ങനെ കിച്ചനോടും കിച്ചൻ്റെ വീട്ടുകാരോടും യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. ഇനി ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകാനുണ്ട്. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ചേട്ടൻ്റെ ഉണ്ണിയുടെ പിറന്നാളാണ്. പാറൂസ് എന്നാണ് അതിൻ്റെ പേര്. അങ്ങനെ പാറൂട്ടന് ഞങ്ങൾ കേക്കൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്കൊക്കെ കൊണ്ടുകൊടുത്തിട്ടാ. ഇതാണ് ബർത്ത്ഡേ ഗേള്. ഈ വണ്ടിയിലെ കുറേ നാൾക്ക് ശേഷമായിട്ടാണ് കാണുന്നത് ഇങ്ങനത്തെ വണ്ടികൾ. അങ്ങനെ ഞങ്ങൾ കായലിൻ്റെ ഇതിൽ ആസ്വദിച്ച് പോവാൻ കേട്ടോ യാത്രയൊക്കെ. ഇവിടുത്തെ വ്യൂവും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കായലായതുകൊണ്ട് കായലിൻ്റെ നടുക്ക് കുറേ ചെടികളും എന്താണ്ടൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഭാഗത്തുമ്പോൾ എല്ലാവരും വീഡിയോ എടുത്തിട്ടാണ് പോണത്. പിന്നെ ഒരു ഏകദേശം 9 മണിയായപ്പോൾ ഞങ്ങൾ രാത്രി ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ടാ. അൽഫാം മന്തിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാവരും. പാറോടെ ഒറ്റയ്ക്കാണല്ലോ, അപ്പോൾ ഞങ്ങൾക്ക് വേഗം വീട്ടിലേക്ക് എത്തണം. അങ്ങനെ ഞങ്ങൾ വേഗം ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ടാ. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.